യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മോത്തപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മോത്തപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. അതിശയമായിട്ട് അത്ഭുതമായിട്ട് ഓരോ ദിവസവും ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. രോഗങ്ങളൊന്നും ഭാരങ്ങളൊന്നും പ്രയാസങ്ങളുടെ മധ്യത്തിൽ തളർന്നു പോകുവാൻ ഇടയാകാതോണ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ നമ്മെ കാക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ആരിലും അധികമായിട്ട് നമ്മെ നന്നായിട്ട് അറിയുന്ന, നമ്മെ സ്തോത്രം നമ്മുടെ സാഹചര്യത്തെ മനസ്സിലാക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ഉറപ്പോടുകൂടി നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. സ്തോത്രം. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. നിങ്ങളെ കണ്ട് മനസ്സലിയുന്ന ഒരു അപ്പൻ ഉണ്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ കണ്ട്, നിങ്ങളായിരിക്കുന്ന രോഗത്തിന്റെ അനുഭവത്തെ കണ്ട്, നിങ്ങളായിരിക്കുന്ന തകർച്ചയുടെ അനുഭവത്തെ കണ്ട് മനസ്സലിയുന്ന ഒരു അപ്പനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം നാം നാം ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം, എനിക്ക് ആരുമില്ല, എന്റെ സാഹചര്യത്തെ കാണുവാനായിട്ട് ആരുമില്ല, ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷനെ കാണുവാനായിട്ടോ മനസ്സലിയുവാനായിട്ടോ ആരുമില്ല എന്ന് പറയുമ്പോഴും ഹല്ലേലൂയ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. കർത്താവ് പലരെയും കണ്ടു മനസ്സലിഞ്ഞു. ചിലരുടെ രോഗാവസ്ഥയെ കണ്ടു മനസ്സലിഞ്ഞു, ചിലരുടെ തകർന്ന അനുഭവത്തെ കണ്ടു മനസ്സലിഞ്ഞു, ചിലർ കടന്നു പോകുന്ന സാഹചര്യത്തെ കണ്ടു മനസ്സലിഞ്ഞു. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നിങ്ങൾ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിൽ കണ്ട് മനസ്സലിയുന്ന, നിങ്ങളുടെ സങ്കടപ്പെടുന്നത് കണ്ട് മനസ്സലിയുന്ന, നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിയെ കണ്ട് മനസ്സലിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ആ കർത്താവ് ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതൽ തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 15-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞോ ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഒരു മകനെ കണ്ട് അപ്പൻ മനസ്സലിയുന്ന അനുഭവത്തെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു എന്നവിടെ വചനത്തിൽ കാണുന്നു. അവിടെ കാണുന്നു അവൻ എഴുന്നേറ്റു. സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം സ്തോത്രം, നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാക്കണം. സ്തോത്രം. ചിലപ്പോൾ തകർന്ന അനുഭവത്തിലായിരിക്കും നിങ്ങൾ ആയിരിക്കുന്നത്. ചിലപ്പോൾ കർത്താവിൽ നിന്ന് ഒത്തിരി അകന്നുപോയ സാഹചര്യത്തിലായിരിക്കാം, ചിലപ്പോൾ രോഗത്തിന്റെ അനുഭവത്തിലായിരിക്കും നിങ്ങൾ ആയിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് ഒന്ന് എഴുന്നേൽക്കുവാൻ നാം തയ്യാറായ സ്തോത്ര, അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പന്റെ അടുക്കിലേക്ക് സ്തോത്ര ഒന്ന് വരുവാൻ തയ്യാറായ, നമ്മെ കണ്ട് മനസ്സറിഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഈ 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 11 മുതലുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമെന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഇവിടെ നമുക്കറിയാം, അപ്പന്റെ അവകാശം മക്കൾക്കുള്ളതാണ്. ആ അവകാശം എന്ത് ചെയ്യുന്നു? അപ്പൻ കൊടുക്കേണ്ടതാണ് സമയമാകുമ്പോൾ. പക്ഷേ
നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനു മുമ്പായിട്ട് മകൻ അപ്പനോട് ചോദിക്കുകയാണ്, എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? അപ്പൻ നിന്ന് വാങ്ങുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. അപ്പന്റെ കയ്യിൽ നിന്ന് പങ്ക് വാങ്ങിയ ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഏറെ നാൾ എന്ത് ചെയ്യുന്നു? അപ്പന്റെ ഭവനത്തെ നിൽക്കാതെ അപ്പന്റെ ഭവനം വിട്ട് ഇറങ്ങുന്ന ഒരു മകനെ നമുക്കവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ചു. അപ്പന്റെ അവകാശം അല്ലെങ്കിൽ അപ്പനിൽ നിന്ന് ലഭിക്കേണ്ടത് സകലതിനെ താൻ പ്രാപിച്ചിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. താൻ ദൂരദേശത്തേക്ക് യാത്രയായി എന്ത് ചെയ്തു? അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. ഇത് നാനാവിധമാക്കി കളഞ്ഞത് എന്താണ്? അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മകനെ ലഭിക്കേണ്ട അവകാശത്തെയാണ്. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പന്റെ അവകാശം അല്ലെ, നമ്മൾ പ്രിയ മക്കളായിരിക്കുമ്പോ നാം ചിലതിന് അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തെ നാം വാങ്ങിച്ചിട്ട് അതിനെ നാനാവിധമാക്കി കളയുന്ന അനുഭവത്തിലേക്ക് പോകരുത്. നാം അതിനെ സൂക്ഷിക്കുവാനായിട്ടിടയെത്തുന്ന മക്കളായിരിക്കുന്ന നമ്മുടെ മേൽ അപ്പൻ തരുന്ന ചില അവകാശങ്ങളുണ്ട്. അപ്പനിൽ നിന്ന് പ്രാപിക്കേണ്ട ചില അവകാശങ്ങളുണ്ട്. അപ്പൻ നമ്മുടെ മേൽ അത് പകരുവാനായിട്ടിടയത്തിനും. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിൽ നടക്കുകയല്ല. അവിടെ എന്ത് ചെയ്യണം? നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ മകൻ എന്ത് ചെയ്യുന്നു? ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് ലഭിക്കേണ്ട പങ്ക് വേണമെന്ന് പറഞ്ഞ് മകൻ വാങ്ങിയതാ. അതിനെ എന്ത് ചെയ്യുന്നു? നാനാവിധമാക്കി, അത് ദുർനടപ്പാക്കി അവൻ തന്നെ അതിനെ ദുർവിനിയോഗം ചെയ്യുവാനായിട്ടിടയെത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം സ്തോത്രം, നാം അപ്പനിൽ നിന്ന് ചിലതൊക്കെ ചോദിച്ച് വാങ്ങിക്കാറുണ്ട്. മകനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനിൽ നിന്ന് ചിലത് പ്രാപിക്കാറുണ്ട്. പക്ഷേ അതിൽ എങ്ങനെ നടക്കണം, ആ അവകാശത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വ്യവസ്ഥയുണ്ട്. അതിനകത്ത് നിൽക്കുവാനായിട്ട് കഴിയണം. അതിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ അപ്പന്റെ ഭവനത്തിനകത്ത് ഞാൻ നിങ്ങൾ നിൽക്കുവാൻ തയ്യാറാക്കണം. അപ്പന്റെ ഭവനത്തിൽ നിന്ന് നാം പുറത്തു പോകുമ്പോൾ നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകുക, നമ്മുടെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്, അതിനെ പറിച്ചു കളയുവാൻ, അതിനെ ദുർവിനിയോഗം ചെയ്യുവാനായിട്ട് പതിയിരിക്കുന്ന ശത്രുമണ്ഡലമുണ്ട്. സ്തോത്രം. ഇവിടെ അപ്പന്റെ ഭവനം വിട്ട് ഇറങ്ങി അവിടെ കാണുവാൻ സാധിക്കുന്നു. ഇളയ മകൻ സകലം സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അപ്പന്റെ ഭവനം വിട്ടു പോകുന്ന മകൻ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദുർനടപ്പുകാരനായി ജീവിച്ചു. അപ്പന്റെ ഭവനത്തിനകത്ത് ജീവിക്കുമ്പോ ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് അറിയാം. പക്ഷേ അപ്പന്റെ ഭവനം വിട്ട് കടന്നു പോകുമ്പോ എന്ത് ചെയ്യുന്നു? അവന്റെ മേൽ ഉള്ള അധികാരം ഈ ലോകത്തിലെ അധിപതി ഏറ്റെടുക്കുവാനായിട്ടിടയത്തിനും അവനെ ഒന്നും ഇല്ലാതെയാക്കുവാനായിട്ടിടയത്തിനും അവനുള്ളതിനെല്ലാം നശിപ്പിച്ചു കളയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. വസ്തു നാനാവിധമാക്കി കളഞ്ഞു, അവൻ ചിതറിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അവന് ലഭിച്ച നന്മ മുഴുവനും ഇവിടെ കാണുന്നു. എല്ലാം ചെലവാകുവാനായിട്ട് ഇടയായി തോന്നുന്നു. ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു തുടങ്ങി. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പന്റെ ഭവനത്തിലായിരുന്നപ്പോൾ അവന് സ്തോത്രം ഒരു മുട്ടും വന്നില്ല. പക്ഷെ അപ്പന്റെ ഭവനം വിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവൻ ജീവിച്ചു. അവനുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോ മഹാക്ഷാമമുണ്ടായി. പ്രിയ ദൈവമക്കളെ, അപ്പന്റെ ഭവനത്തിൽ നാം ആയിരിക്കുമ്പോ നമുക്ക് ചില ക്ഷാമങ്ങൾ ഉണ്ടായിരിക്കാം, ചില ഞെരുക്കങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ കടന്നു വരാം. പക്ഷേ ക്ഷാമകാലത്ത് നമ്മെ ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ഒരു അപ്പനാ നമുക്കുള്ളത്. സ്തോത്രം. ആ ക്ഷാമകാലത്ത് നമ്മെ ക്ഷേമമായി പാലിക്കണമെങ്കിൽ, ക്ഷാമകാലത്തും ദൈവം നമ്മെ പോറ്റണമെങ്കിൽ, ക്ഷാമകാലത്തും നമുക്കൊരു അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഞാൻ നിങ്ങളും എവിടെയായിരിക്കണം? അപ്പന്റെ ഭവനത്തിലായിരിക്കണം. സ്തോത്രം. അപ്പന്റെ ഭവനം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു ക്ഷാമം ജീവിതത്തിൽ കടന്നു വരാം. സ്തോത്രം. ആ ക്ഷാമകാലത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യാം? മുട്ടുകൾ വന്നു തുടങ്ങും. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയ്ക്കകത്ത് മുട്ടു വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിയ പൈതലെ, ആയിരിക്കുന്ന ഇടം എവിടെയെന്ന് നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ തയ്യാറാക്കുക. എവിടെയെങ്കിലും
അപ്പന്റെ ഭവനം വിട്ട് പുറത്ത് ആയിരിക്കുന്നുവെങ്കിൽ വേഗത്തിൽ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാക്കുക. നിന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റി തരുവാൻ കഴിയുന്ന എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തുനത്തോടെ ക്രിസ്തുവേശുവെ തീർത്ത് തരാമെന്ന് അരുളി ചെയ്ത കർത്താവ് ബുദ്ധിമുട്ടുകളെ മാറ്റി തരുവാനിടയത്തിര. അപ്പന്റെ ഭവനത്തിനകത്തുണ്ടോ ക്ഷാമം കടന്നു വരാം, വേദനകൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം. പക്ഷേ നിനക്കൊന്നിനും ഒരു മുട്ടുവരാത്തവണ്ണ നിന്നെ ക്ഷേമത്തോടെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ചിറകിന്റെ മറവിൽ ഈ പ്രകൽക്കാല അഭയം പ്രാപിക്കുവാൻ എത്ര പേർക്ക് കഴിയും? സ്തോത്രം, ഹല്ലേലൂയ. രാത്രി പകൽക്കാലം നാം ചിന്തിക്കുക. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവന് മുട്ടു വന്നു തുടങ്ങി. അവൻ എന്ത് ചെയ്തു? എന്നിട്ടും അപ്പന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ മനസ്സില്ലാതെ അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവൻ പലരുടെ അടുക്കിലേക്ക് അവൻ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തരെ ചെന്ന് ആശ്രയിച്ചു. അവനവരെ വയലിൽ പന്നികളെ മേയ്ക്കുവാനായിട്ട് അയച്ചു. പന്നി തിന്നുന്ന വാളരവ് കൊണ്ട് വയറ് നിറയ്ക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അപ്പന്റെ ഭവനത്തിൽ സംരക്ഷണം അനുഭവിച്ചവൻ, അപ്പന്റെ ഭവനത്തിൽ കരുതൽ അനുഭവിച്ചവൻ, അപ്പന്റെ ഭവനത്തിന് അപ്പനുണ്ടായിരുന്നത് എല്ലാം അവകാശത്തോടെ അനുഭവിച്ചു കൊണ്ടിരുന്ന മകൻ ഒരു നേരത്തേക്കുള്ള വകയില്ലാതെ വണ്ണം പലരുടെ അടുക്കിലേക്ക് കടന്നു പോകുന്ന ഒരു അനുഭവം. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നാം തിരിഞ്ഞു നോക്കണം, നാം എവിടെ ആയിരിക്കുന്നു എന്ന്. സ്തോത്രം. നമ്മുടെ മനുഷ്യരാ, പക്ഷേ അവിടെ തന്നെ നാം ആയിരിക്കാതെ തിരിഞ്ഞു നോക്കിയിട്ട് നാം അപ്പന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്ര. ലോകത്തിലേക്ക് പോകുവാനല്ല, നീ ലോകത്തിലേക്ക് എവിടെ ചെന്ന് കൈ നീട്ടിക്കഴിഞ്ഞാലും നിന്നെ ആർക്കും സഹായിപ്പാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. നീ ആശ്രയിക്കുന്നവർ, കഴിഞ്ഞ നാളുകളിൽ നീ സഹായിച്ച വ്യക്തികൾ കാണുമായിരിക്കാം, പക്ഷെ അവരൊക്കെയും നിന്നെ ആട്ടിക്കളയുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. പക്ഷേ അപ്പന്റെ അടുത്തിലേക്ക് നീ സമയം കളയാതെ മടങ്ങി വന്ന നിന്നെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ് ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സ്തോത്രം. ആ മനുഷ്യൻ ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട്. അപ്പന്റെ ഭവനം വിട്ടിറങ്ങി ദുർനടപ്പുകാരനായി ജീവിച്ചു. ഇതെല്ലാം ജ്ഞാനവിധമാക്കി കളഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, അവൻ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവണ്ണ അവൻ എന്ത് ചെയ്യുന്നു? ദേശത്തിലുള്ള പലരുടെ അടുക്കിലേക്ക് പൗരമരിച്ചെന്ന് ആശ്രയിക്കുവാനായിട്ട് ഇടയെത്തുന്നു. അവരെന്ത് ചെയ്യുന്നു? അവൻ അത് കൊണ്ടെങ്കിലും ജീവിക്കുവാൻ, കഴിക്കുവാൻ, തന്റെ വയറിന്റെ വിശപ്പൊന്ന് അടക്കുവാൻ, അവന് കടന്നു വന്ന ആ ബുദ്ധിമുട്ടിന്റെ അനുഭവത്തിൽ നിന്നൊന്ന് പുറത്തു വരുവാൻ ആഗ്രഹിച്ചിട്ടും ആരും അവന് കൊടുത്തില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പന്റെ ഭവനത്തിലായിരുന്നപ്പോ ആരും അവന് കൊടുക്കണ്ടായിരുന്നു. അവന് ഇഷ്ടമുള്ളതൊക്കെയും അവന് എടുത്ത് അനുഭവിക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വിട്ടിട്ട് അവൻ പുറത്തു പോയത്. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഞാനും നിങ്ങളും അപ്പന്റെ ഭവനത്തിനകത്തായിരിക്കുമ്പോ നമുക്ക് അപ്പന്റെ അവകാശമെല്ലാം നമുക്കുള്ളതാ, നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. പക്ഷേ നാം പുറത്തു പോയി കഴിഞ്ഞാൽ സ്തോത്രം, നാം പലതിനും ചെന്ന് മുട്ടേണ്ടി വരും, പലതിനോട് ചോദിക്കേണ്ടി വരും. പക്ഷെ ആരും നമുക്ക് തരണമെന്നില്ല. സ്തോത്ര. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന, ജീവിതത്തിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ കഴിയുന്ന, നീ കടന്നു പോകുന്ന തകർച്ചയുടെ അനുഭവത്തെ മാറ്റുവാൻ കഴിയുന്ന യേശു കർത്താവിന്റെ അടുക്കിലേക്ക് ഈ പകൽക്കാലം മടങ്ങി വരുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ സ്നേഹനിധിയായിരിക്കുന്ന യേശു കർത്താവ് നിന്നെ മാറോട് ചേർത്തണയ്ക്കുവാനായിട്ട് ഇടയായിത്തീര, നിന്നെ തലോടുവാനായിട്ട് ഇടയായിത്തീര, നിന്റെ ഉള്ളിൽ ബലം പകരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ആരും അവന് കൊടുത്തില്ല. സ്തോത്രം. എല്ലാവരും അവനെ കൈവിട്ട് കളഞ്ഞു. ഒരു സമയത്ത് അവന്റെ കയ്യിൽ എല്ലാം ഉണ്ടായിരുന്നപ്പോ അവനെ ചേർത്തണയ്ക്കുവാൻ പലരും ഉണ്ടായിരുന്നു, അവന്റെ കൂടെ കടന്നു പോകുവാൻ, അവനോടൊപ്പം സന്തോഷിക്കുവാൻ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയപ്പോ, മുട്ടുകൾ വന്നു തുടങ്ങിയപ്പോ ഓരോരുത്തരായിട്ട് അവനെ വിട്ട് മാറുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം മനസ്സിലാക്കണം, ശത്രു
വന്നത് എന്തിനാ? നിന്നെ തകർക്കാനും മുടിക്കാനും ഇല്ലായ്മ ചെയ്യുവാനും അത്രേ. പക്ഷേ എന്റെ യേശു കർത്താവ് വന്നത് നിനക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാൻ അത്രേ. ആ സമൃദ്ധിയായ ജീവൻ നീ അനുഭവിക്കുമ്പോ ശത്രു നിന്റെ കാതുകളിൽ മന്ത്രിച്ചിരിക്ക. നിനക്ക് ഇവിടെ നിൽക്കുമ്പോ ഒരു പരിമിതിയുണ്ട്. ഇതിനകത്ത് നീ മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് ജീവിക്കുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. നീ പുറത്തു വാ, നിനക്ക് വേണ്ടതൊക്കെ തരാമെന്ന് പറഞ്ഞ പ്രലോഭനവുമായിട്ട് നിന്നെ അറിഞ്ഞ സത്യത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുവാനായിട്ട്, നീ അപ്പന്റെ ഭവനത്തിൽ നിന്ന് അനുഭവിക്കുന്ന സംരക്ഷണമോ അവകാശത്തെ നഷ്ടപ്പെടുത്തി കളയുക ശത്രു പലവിധ പ്രലോഭനവുമായിട്ട് പുറത്തുള്ളത് നിന്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമാണെന്ന് വരുത്തി തീർക്കുമാർ പലതും നിന്റെ മുമ്പിൽ കണ്ടുവരാം. കൺമുഖങ്ങൾ കടന്നു വരാം, ജഡമുഖങ്ങൾ കടന്നു വരാം, ജീവനത്തിന്റെ പ്രതാപങ്ങൾ കടന്നു വരാം. പക്ഷേ ഒരു ദൈവ പൈതൽ ആ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ അവന് കഴിയണം. ഇല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? മുട്ടുകൾ വരുവാനായിട്ട് ഇടയായിത്തീരുക, തകർച്ചകൾ വരുവാനായിട്ട് ഇടയായിത്തീരുക, നഷ്ടത്തിന്റെ വലിയൊരു കണക്കുകൾ അവന്റെ ജീവിതത്തിൽ വരുവാനായിട്ട് ഇടയായിത്തീരും.